നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നേരത്തെ നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ട് ഏകപക്ഷീയമായ ഒരു ഗോളിനെ ഇക്വഡോറിനെ പരാജയപ്പെടുത്താൻ അർജന്റീനയ്ക്ക് സാധിച്ചിരുന്നു. പിന്നീട് വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ സ്വന്തം മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ഉറുഗ്വേയോട് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന പരാജയപ്പെട്ടിരുന്നു. മാത്രമല്ല ബ്രസീലിനെ അവരുടെ മൈതാനമായ മാരക്കാനയിൽ പോയിക്കൊണ്ട് ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിക്കാനും അർജന്റീനയ്ക്ക് സാധിച്ചിരുന്നു. എന്നാൽ ഈ 3 മത്സരങ്ങളിലും അർജന്റീനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങൾ നടന്നിരുന്നു. അതായത് ആദ്യം പറഞ്ഞ 2 മത്സരങ്ങൾ അർജന്റീനയുടെ മൈതാനമായ മോണുമെന്റൽ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടായിരുന്നു നടന്നിരുന്നത്. ഈ 2 മത്സരങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മത്സരം തുടങ്ങാൻ താമസിക്കുക, ആരാധകർ കളിക്കളം കയ്യേറുക, വിവേചനപരമായ ചാൻഡുകൾ ആരാധകർ മുഴക്കുക എന്നൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ. കൂടാതെ ബ്രസീലിനെതിരെയുള്ള മത്സരത്തിൽ അർജന്റീൻ ആരാധകരും അതുപോലെ തന്നെ ബ്രസീൽ ആരാധകരും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. ഇതും ഒരു പ്രശ്നമായി കൊണ്ടാണ് ഫിഫ പരിഗണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നേരത്തെ അർജന്റീനയ്ക്ക് ശിക്ഷ വിധിച്ചിരുന്നു. 70,000 സ്വിസ് ഫ്രാൻസ് ആയിരുന്നു പിഴയായിക്കൊണ്ട് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അടക്കേണ്ടി വന്നിരുന്നത്. മാത്രമല്ല അർജന്റീനയിൽ നടക്കുന്ന അടുത്ത മത്സരത്തിൽ കേവലം 50% മാത്രം ആരാധകരെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടുള്ളൂ എന്ന് ഫിഫ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അതിനെതിരെ അപ്പോൾ തന്നെ അർജന്റീന ഒരു അപ്പീൽ നൽകുകയും ചെയ്തിരുന്നു. ആ അപ്പീൽ ഇപ്പോൾ ഫലം കണ്ടിട്ടുണ്ട്. 50% എന്നുള്ളത് 25% ആയിക്കൊണ്ട് ഫിഫ ഇപ്പോൾ ചുരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ചിലിക്കെതിരെയുള്ള മോണുമെന്റൽ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്ന മത്സരത്തിൽ 75% ആരാധകരെ പ്രവേശിപ്പിക്കാൻ അർജന്റീനക്ക് സാധിക്കും. ഏകദേശം 60,000-ഓളം ആരാധകർ ഉണ്ടാവും എന്നാണ് ഇപ്പോൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതീക്ഷിക്കുന്നത്. ഫിഫയുടെ അച്ചടക്ക കമ്മിറ്റി തന്നെയാണ് ഈ ഒരു ശിക്ഷയിൽ ഇപ്പോൾ ഇളവ് വരുത്തിയിട്ടുള്ളത്. വരുന്ന സെപ്റ്റംബർ 6-ാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം 5:30-നാണ് അർജന്റീനയും ചിലിയും തമ്മിലുള്ള വേൾഡ് കപ്പ് യോഗ്യതാ മത്സരം നടക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.